നമുക്കിന്നൊരു ക്വിക്ക് ആൻഡ് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. തിരക്കുള്ള സമയങ്ങളിൽ ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. വെൺപൊങ്കൽ. അരിയാനും പിടിക്കാനും ഒന്നുമില്ല. നമ്മുടെ ജോലി കഴിയുമ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായിരിക്കും. ഇപ്പം നമുക്ക് പ്രിപ്പറേഷൻ നോക്കാം. 1 കപ്പ് പച്ചരി, 1/2 കപ്പ് ചെറുപയർ പരിപ്പ്. ഇത് രണ്ടും നന്നായി ഒന്ന് കഴുകിയെടുത്ത് കൊണ്ടുവരണം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നീട് 4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് 1 വിസിലിന് വേവിക്കാൻ വെക്കണം. വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് വേവിക്കാൻ വെക്കാം. അതല്ലെങ്കിൽ നെയ്യിൽ അരിയും പരിപ്പും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഇനി വറുക്കാനുള്ള സാധനങ്ങൾ നോക്കാം. അണ്ടിപ്പരിപ്പ്, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ചൂടായ പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ഉരുക്കി കഴിയുമ്പോൾ അതിലേക്ക് കുരുമുളക് ഇടണം. കുരുമുളക് ഇട്ട് കഴിയുമ്പോൾ ഒന്ന് മാറി നിൽക്കണം, കാരണം അത് പൊട്ടിത്തെറിക്കും. കുരുമുളക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം ഇടണം. ചെറിയ ജീരകവും പൊട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്കണം. ഏറ്റവും അവസാനം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കായപ്പൊടി കൂടെ ഇട്ട് ഇളക്കി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. പ്രഷർ നന്നായി പോയി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് നോക്കുക. പൊങ്കലിന് നല്ലോണം കുഴഞ്ഞ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം വേണ്ടത്. അപ്പം അരി അത്ര കുഴഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പും നോക്കാം. ഉപ്പ് കുറവെന്ന് തോന്നുകയാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മിക്സ് പൊങ്കലിലേക്ക് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊങ്കൽ ഇവിടെ റെഡി. പൊങ്കൽ ശരിക്കും ഒരു ഹെൽത്തി മീലാണ്. ഇതിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് കിട്ടും. ചെറുപയർ പരിപ്പെന്ന് പറയുന്നത് പ്രോട്ടീൻ റിച്ച് ആണ്. ഫൈബർ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് അത് നമ്മുടെ ദഹനത്തിനെ ഹെൽപ്പ് ചെയ്യും. നെയ്യ് ഹെൽത്തി ഫാറ്റാണ്. കുരുമുളകിൽ നിന്ന് ആൻറ്റി ഓക്സിഡൻറ്റ്സ് കിട്ടും. അതുപോലെ ഇഞ്ചിയും ജീരകവും യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അങ്ങനെ പൊങ്കലെന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് മീലാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ എന്നൊന്നുമില്ല. നമുക്ക് എപ്പോൾ വിശന്നാലും പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഈസി വിഭവമാണ് പൊങ്കൽ. ഇതൊരു തമിഴ് ഡിഷാണ്. ഈ ചൂട് പൊങ്കലിലേക്ക് കുറച്ച് സാമ്പാറും ചമ്മന്തി ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിക്കുന്നത് സൂപ്പർ ടേസ്റ്റാണ്. അതൊന്നുമില്ലെങ്കിലും ഇതിങ്ങനെ കഴിക്കുന്നതും അടിപൊളിയാണ്.